കേരളത്തിന്റെ സർവേ നടത്തിയപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതൊക്കെ സർക്കാരിന്റെ സംവിധാനങ്ങൾ നടത്തിയിട്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അതിന് വഴിവെച്ചുകൂടാ. അതിനുള്ള കാരണം ഉണ്ടാക്കിയിട്ടല്ലേ പ്രതിഷേധം ഇല്ലാതിരിക്കുമോ? ഇത്ര വൈഡ് 145 അല്ല അവിടെ 60 മീറ്റർ വൈഡ്. ഞാൻ അങ്ങോട്ട് പോയി ആവശ്യമുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് കൂടിയില്ല. റിപ്പോർട്ട് കൂടി ഫൈൻ ചെയ്യാൻ ഇത് തുടങ്ങി. അലൈൻമെൻറ്റ് അതിന് അപ്രൂവ് ചെയ്തിട്ടില്ല, റെയിൽവേ അലൈൻമെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തുടങ്ങി. അവിടെ നാട്ടുകാരെ അല്ല ഞാൻ ശരിക്ക് മാനുവലായിട്ട് ഇൻസ്ട്രുമെൻ്റ് വഴി സർവീസ് ചെയ്യും. എവരി ഇഞ്ച് ഈ ജനവാസ മേഖലകളെ കഴിയുന്നത്ര ഒഴിവാക്കും. ഇപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പേ ഞാൻ ചെയ്തുള്ളൂ. എത്ര സ്റ്റേഷൻ വേണം, എവിടെ സ്റ്റേഷൻ. ഈ സ്റ്റേഷന് ഓരോ സ്റ്റേഷൻ മറ്റേ സ്റ്റേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലൈൻ കൊണ്ടുപോകണം അത് ഫൈനലൈസ് ചെയ്യണം. അതൊന്നും സമയം എടുക്കില്ല. സർക്കാരിന്റെ ആധാർ കേസ് 12 കൊല്ലം എന്നാണ് സമയം പറഞ്ഞത്. സാധാരണ പറഞ്ഞത് 5 വർഷം എന്നുള്ളതാണ്. സർക്കാർ ആധാർ കേസ് 12 വർഷം എന്നാണ് പൂർത്തിയാക്കാൻ 4 ഘട്ടമായിട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രൊജക്ട് അവർ പ്രഖ്യാപിക്കുമ്പോൾ സാറിന്റെ എന്ന് പറഞ്ഞത് 5 വർഷം കൊണ്ട് സാറ് പറയുന്ന അതിവേഗം സാധിക്കും. 5 വർഷം കൊണ്ട് സാധിക്കും. ഈ കാസർഗോഡിന് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ തോന്നും പ്രതിഷേധം. അതിനെപ്പറ്റി ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അവർ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇത്ര എക്സ്പെൻസീവ്, ഇത് വലിയ എക്സ്പെൻസീവ് പ്രോജക്റ്റാണ്. ഇത് 1 കിലോമീറ്ററിന് 200 crores വേണം. ഒരു കിലോമീറ്ററിന്. കണ്ണൂർ ടു കാസർഗോഡ് 82 കിലോമീറ്ററാണ്. അപ്പോൾ എങ്കിൽ 16,000 crores എക്സ്ട്രാ വേണ്ടേ? അതുകൊണ്ട് എത്ര ആൾക്കാർ ട്രാവൽ ചെയ്യും? ഞങ്ങൾ സർവേ ചെയ്ത ആൾക്കാരാണ്. 2 പ്രാവശ്യം സർവേ ചെയ്തിട്ടുണ്ട്, ട്രാഫിക് സർവേ ചെയ്തവർ. ഞങ്ങൾ കണ്ടിരിക്കുന്നത് കാസർഗോഡ് നിന്ന് ആൾക്കാർ പുറത്തു വരും, പക്ഷേ മാക്സിമം കോഴിക്കോട്. അവിടെ കണ്ടില്ലേ? കോഴിക്കോട് ട്രിവാൻഡ്രത്തേക്ക് എത്ര ആൾക്കാർ പോകുന്നുണ്ട്? കോഴിക്കോട് മാക്സിമം 100 people എ ഡേ. എത്രയേ ഉള്ളൂ. ഈ 100 people എ ഡേ ആദ്യം പോയിട്ട് 16,000 crores സ്പെൻഡ് ചെയ്യും. അത് ചെയ്യില്ല. പക്ഷേ അത് തന്നെ വന്നോളൂ ഞാൻ പറയണം. ഇതിൻ്റെ ഉപകാരം ഇതൊക്കെ കണ്ടാൽ, അതിൻ്റെ ഉപകാരം കണ്ടാൽ ഡിമാൻഡ് വരും. കർണാടക ഗവൺമെൻറ്റിന് മംഗലാപുരത്ത് നിന്നിട്ടു, മഹാരാഷ്ട്ര ഗവൺമെൻറ് പറയും ബോംബെക്ക് നിന്നിട്ടു. ആ ഡിമാൻഡ് വരും. ആ ഡിമാൻഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാസർഗോഡിലേക്ക് കിട്ടില്ലേ? ഓട്ടോമാറ്റിക്കലി കിട്ടുമല്ലോ. സാറിന്റെ നിലവിലുള്ള പ്രപ്പോസലില് നിലവിലുള്ള പാതകളൊന്നും ഉപയോഗപ്പെടുത്താതെ പുതിയത് സമാന്തരമായിട്ടെന്നല്ലേ വരുന്നത്? അതിൽ ഇതുവരെ റെയിൽവേ ലൈൻ കടന്നു പോകാത്ത മേഖലകളാണ് ഉൾപ്പെടുത്തിയത്, മലപ്പുറം അടക്കമുള്ള അല്ലേ? കഴിയുന്നോടത്തോളം അത്രേ. അതൊരു ദുരുദ്ദേശം കൂടി ചെയ്തല്ല കേട്ടോ. അവിടെയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അകത്ത് കൂടെ പോകാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തിരുനാവായ ഗുരുവായൂർ ലൈനെ ഡീഫ്രീസ് ചെയ്ത നടപടി പിൻവലിച്ചതായിട്ടുള്ളൊരു വാർത്ത അദ്ദേഹം പുറത്തുവിട്ടു. അത് എത്രമാത്രം പ്രായോഗികമാണ് ഈ ഒരു ഘട്ടത്തിൽ തിരുനാവായ മുതൽ ഗുരുവായൂർ വരെയുള്ള റെയിൽപാത, പുതിയൊരു റെയിൽപാത? അതെന്തായാലും വേണല്ലോ. അത് വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഡിസ്റ്റൻസ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് ബൈ 10 kilometers. അതാണ് ഈ വർക്കൊക്കെ സർവേ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യാനാണ്. തൃശ്ശൂർ ടു ഗുരുവായൂർ, ഗുരുവായൂർ ടു ആദ്യം കുറ്റിപ്പുറമായിരുന്നു. ഈ വർക്കൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തിരിക്കണേ.